ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യങ്ങൾ യൂട്യൂബ് ചാനൽ വഴി പ്രചരിച്ച സംഭവത്തിൽ അന്വേഷണത്തിനൊരുങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഉറപ്പായ ചോദ്യങ്ങൾ എന്ന പേരിലാണ് പരീക്ഷയുടെ തലേദിവസം വ്ലോഗർ വീഡിയോ ചെയ്യുന്നത്. കൃത്യം ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ തന്നെയാണ് ഈ പ്രവചനത്തിലുമുള്ളത്. ഗോപാൽ ശിലാസനൽ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോപാൽ, പരീക്ഷ നടക്കുന്നതിന്റെ തലേ ദിവസമാണ് യൂട്യൂബ് ചാനലിലൂടെ വ്ലോഗർ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന രീതിയിൽ അത് പ്രചരിപ്പിച്ചത്. അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നാണോ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും കരുതുന്നത്? അതെ ദിവ്യ, ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് അധ്യാപക സംഘടനകൾ തന്നെയാണ്. ആദ്യ പരാതി വരുന്നത് 15-ാം തീയതിയാണ്. കാരണം 15-ാം തീയതി നടന്ന ഇംഗ്ലീഷ് പരീക്ഷയുടെ തലേ ദിവസം രാത്രിയിൽ ഈ വ്ലോഗർ ഉറപ്പായി വരുന്ന ചോദ്യങ്ങൾ എന്ന പേരിൽ 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വീഡിയോ ആയി ചെയ്തിരുന്നു. ഇയാൾ ഓൺലൈനായി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു യൂട്യൂബർ കൂടിയാണ്. അതിൽ 40 മാർക്കിൽ ഇത്ര ചോദ്യങ്ങൾ ഉറപ്പായും വരുമെന്ന് നിർദ്ദേശിക്കുകയും അതിൽ കവിയായ WB യേറ്റ്സിൻ്റെ ജീവചരിത്രമടക്കം രേഖപ്പെടുത്തുന്ന ആ 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതേപടി ആവർത്തിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം നടന്ന സാമൂഹ്യശാസ്ത്രത്തിനും അതിനടുത്ത ദിവസങ്ങളിൽ നടന്ന മറ്റു പരീക്ഷകളിലുമെല്ലാം തന്നെ 10ാം ക്ലാസ്സിൽ സമാനമായി തന്നെ ഇയാൾ പറഞ്ഞ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ എന്ന പേരിലാണ് ഇയാൾ ഇത്തരത്തിൽ എല്ലാ പരീക്ഷകളുടെയും തലേ ദിവസം അതാത് വിഷയങ്ങളുടേതായി ചോദ്യങ്ങൾ അവതരിപ്പിക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ എഴുതേണ്ട രീതികൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ ഇതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ, ഇതിന് പിന്നിൽ ചോദ്യപേപ്പർ ചോർന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടോ എന്ന തരത്തിലേക്കുള്ള ഒരു സംശയമൊക്കെ ഉയരുന്നത്. ഈ സംശയം ആദ്യം അധ്യാപക സംഘടനകൾ ഉന്നയിക്കുകയും തുടർന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു. ഇതിലിപ്പോൾ അന്വേഷണം നടത്താനായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇത് വിശദമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്തെ സ്കൂളുകളിൽ തയ്യാറാക്കിയ ചോദ്യപേപ്പറുകളാണ് സംസ്ഥാനത്ത് അതാത് സ്കൂളുകളിലേക്ക് ഏകകണ്ഠേന ഇത്തരത്തിൽ നൽകുന്നത്. ആ ചോദ്യപേപ്പറുകൾ ഏതെങ്കിലും തരത്തിൽ എവിടെ നിന്നെങ്കിലും ചോർന്നിട്ടുണ്ടോ എന്ന തരത്തിലേക്കുള്ള സംശയം കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു അന്വേഷണത്തിനുള്ള സാധ്യതയാണ് നാം കാണേണ്ടത്. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നത്. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.